കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി. രേണു സുധിയെക്കുറിച്ച് ഇപ്പോൾ കുറേ കമൻറ്റുകളായിരുന്നാലും ഒക്കെ കൊണ്ടങ്ങ് നിറഞ്ഞ് നിൽക്കുകയാണ്. പോസിറ്റീവ് കമൻറ്റും ഉണ്ട്, നെഗറ്റീവ് കമൻറ്റും ഉണ്ട്. ഫുള്ള് നെഗറ്റീവ് കമൻറ്റാണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പം കുറച്ച് നാൾ കൊണ്ട് വീണ്ടും രേണു സുധി നല്ലതായി എന്ന് പറഞ്ഞുകൊണ്ട് പോസിറ്റീവ് കമൻറ്റുകൾ വന്നു തുടങ്ങി. രേണു സുധി വീടൊന്നും ഇല്ലായിരുന്നു, വീടൊക്കെ വെച്ച് കൊടുത്തു. ഒരു മോന് അതിൻ്റെ അച്ചമ്മയുടെ കൂടെയാണ് നിന്ന് പഠിക്കണത്. അതുപോലെ ഇളയ മകൻ അവിടെ വീട്ടിലുണ്ട്. സുധി മരിച്ചിട്ട് കുറച്ച് നാളായി. അതിനൊക്കെ ശേഷം ബുദ്ധിമുട്ടിലൂടെയൊക്കെ കടന്നു പോയി. കുറച്ച് നാളൊക്കെ ഇങ്ങനെ വീട്ടിലിരുന്നു. ഭർത്താവ് മരിച്ച ഭാര്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീട്ടിൽ കുറച്ച് നാളിരുന്നു. അപ്പോൾ ആ സമയത്തും ഇതുപോലെയുള്ള കമൻറ്റുകളൊക്കെ ഒരുപാട് വരുമായിരുന്നു. നല്ലതുപോലെ രേണു പാവ, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പിന്നെ അതിന് ശേഷം രേണു പതുക്കെ അങ്ങ് ഇറങ്ങിത്തുടങ്ങി. റീൽസുകളും അതുപോലെ ഷോർട്ട് ഫിലിമുകളും പിന്നെ നാടകത്തിലും അഭിനയിക്കാനൊക്കെ ഇറങ്ങി. യൂട്യൂബ് ഇങ്ങനെ അങ്ങോട്ട് എടുക്കുമ്പോൾ തന്നെ രേണു സുധി. ഈ കുട്ടി ഇങ്ങനെ ഈ നെഗറ്റീവ് കമൻറ്റ് ഇടുന്തോറും ഈ രേണു മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ നെഗറ്റീവ് കമൻറ്റ് ഇടാനായിട്ട് കുറച്ച് പേര് കയറും. അപ്പോഴും ഈ രേണു എന്തോ ചെയ്യും, ഉയരങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നെഗറ്റീവ് കമൻറ്റ് ഇടാൻ കയറുമ്പോൾ തന്നെ അത് അവർ വിജയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഈ ആളെയൊക്കെ ആർക്കും അറിഞ്ഞൂടാ. ഇപ്പം നെഗറ്റീവ് കമൻറ്റ് കുറവാണ് കേട്ടോ. ഇപ്പം പോസിറ്റീവ് കമൻറ്റാണ് ഫുള്ള്. രേണു പാവ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞും കൊണ്ട്. ശരിയാണ്, വേറെ ആരുമില്ല കഷ്ടപ്പെട്ട് കൊണ്ട് കൊടുക്കാനായിട്ട്, വേറെ ആരുമില്ല. ഭർത്താവ് മരിച്ചുപോയി. അതിനുശേഷം ഈ പെൺകുട്ടി ഇപ്പം ഇതിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ രേണു ഇങ്ങോട്ട് തന്നെ ചിലപ്പോൾ ഞാനൊരു ഇൻ്റർവ്യൂവിന് വരട്ടാന്ന് ചോദിച്ചുകൊണ്ടായിരിക്കാം ഓരോ ചാനലുകളിലും പോയിരുന്ന് രേണു ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. രേണു ഞാൻ മുമ്പ് കല്യാണം കഴിച്ചിട്ടുണ്ട്, വേറൊരാളാണ് കല്യാണം കഴിച്ചത്, ഇങ്ങനെയൊക്കെ ഉള്ളവരിതൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ സുധി ആദ്യം ഒരു കല്യാണം കഴിച്ചു. അതിലുള്ളതാണ് ആ മോന്, മൂത്ത മകൻ. പിന്നെ രണ്ടാമത് വേറൊരു സ്ത്രീയെ കല്യാണം കഴിച്ചു. അവർക്ക് കുട്ടികളൊന്നും ഇല്ലായിരുന്നു. 5 വർഷവും കണ്ട് താമസിച്ചു. അത് എന്ന് പറഞ്ഞാൽ അവരെ ഫീൽഡിലുള്ളതെന്ന് പറഞ്ഞാൽ സുധി കോമഡിയിലും അതിലും ഇതിലും. അപ്പം ആ ഫീൽഡിലുള്ള ഒരു സ്ത്രീയാണെന്ന് തോന്നുന്നു. പിന്നെ അതിന് ശേഷമാണ് രേണു സുധിയുടെ ജീവിതത്തിലേക്ക് വരുന്നത്. ആദ്യത്തെ ഭാര്യ കുറച്ച് നാൾ കഴിഞ്ഞപ്പം അവർ മരിച്ച്, ആ കുട്ടിയുടെ അമ്മ മരിച്ചുപോയി. അത് രേണു ഒക്കെ ഇൻ്റർവ്യൂവിലൊക്കെ ഇരുന്ന് പറയുന്നുണ്ട്. ഈ രണ്ടാമത്തെ സ്ത്രീയുടെ കാര്യം രേണു പറയുന്നതേ ഇല്ല. എനിക്കും അറിഞ്ഞുകൂടായിരുന്നു ഈ രണ്ടാമത് ഇങ്ങനെ സുധിക്ക് ഇങ്ങനെ ഒരു ഭാര്യ ഉണ്ടെന്നും ഒന്നും അറിഞ്ഞുകൂടായിരുന്നു. ഇപ്പം ആ ഭാര്യ രംഗത്ത് വന്നിട്ടുണ്ട്. രേണു അവിടെ എവിടെയും ചെന്നിരുന്നും കൊണ്ട് ഇവരെ കുറിച്ച് കുത്തുവാക്കുകളൊക്കെ പറയുമെന്നാണ് പറഞ്ഞത്. അപ്പം പിന്നെ ഇവർ അടങ്ങിയിരിക്കൂലല്ലോ, അതാണ് അതിൻ്റെ കാര്യം. അങ്ങനെ ഇപ്പം ആ ഭാര്യ രംഗത്ത് വന്ന് അവർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. വൈഫ് രേണുവിനെ കുറിച്ചാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. അപ്പൊ എനിക്കൊരിക്കലും അവളെ നാണം കെടുത്തണമെന്നോ ഇല്ലെങ്കിൽ അവളുടെ ഇമേജിനെ ബാധിക്കുന്നത് ചെയ്യണമെന്നൊന്നും എനിക്കൊരു താല്പര്യമുള്ള ഒരാളല്ല. അയ്യോ, എന്റെ സുധിച്ചേട്ടന്റെ കൂടെ അവൾ 1 വർഷം താമസിച്ചു എന്നേ ഉള്ളൂ, കല്യാണം ഒന്നും അവൾ കഴിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. എന്റെ അമ്മയുടെ 15 സെന്റ് വസ്തു വിറ്റിട്ടാണ് ഞങ്ങൾ കൊല്ലത്തേക്ക് വരുന്നത്. അവർ തമ്മിൽ കാണുന്നുണ്ട്. ഇപ്പൊ ഇങ്ങനെ അയക്കുമല്ലോ, എനിക്ക് ഇങ്ങനെ റെക്കോർഡിങ്ങിൽ അത് പറയാനായിട്ട് ബുദ്ധിമുട്ടാണ് ചേച്ചി. അതുകൊണ്ടാണ് വൾഗർ മെസ്സേജുകളൊക്കെ ഉണ്ടായിരുന്നു. പറഞ്ഞതൊക്കെ തുറന്ന് പറയൂ. രേണു മെസ്സേജ് ഇടുമായിരുന്നു. ഈ ഭാര്യയായിട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കും. ആദ്യത്തെ ഭാര്യ മരിച്ച്, രണ്ടാമത്തെ ഈ ഭാര്യയാണ് ഇപ്പം രണ്ടാമത് വെച്ചോണ്ടിരിക്കണം. അവർ രംഗത്ത് വന്നിട്ടുണ്ട്. അവരുമായിട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് സുധീരെ മൊബൈലിൽ മെസ്സേജുകൾ വരുമായിരുന്നു. അപ്പോഴും രേണുമായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ മെസ്സേജുകൾ ഒരുപാട് വരുന്നു. അത് പറയാൻ പറ്റാത്ത മെസ്സേജുകളായിരുന്നു എന്നാണ് അവർ പറയണത്. വിഷമം കാണും കേട്ടോ. നിങ്ങൾ ചോദിച്ചില്ലേ ഈ പെൺകുട്ടി? ചോദിച്ചു. സുജി അടിക്കുകയൊക്കെ ചെയ്തു. ഞാൻ ഇവളെ പൊക്കിയെടുത്ത് കൊണ്ടുവരുന്നത് എന്തിനാന്ന് എനിക്ക് അറിയില്ല. അവർക്ക് റേറ്റിങ്ങിന് വേണ്ടിയിട്ടായിരിക്കും. അതെ, അങ്ങനെ വീട്ടിൽ പ്രശ്നങ്ങളായി. ചോദിച്ചു സുധീരടുത്ത് ഈ ഭാര്യ ചോദിച്ചു ഇതാരാണെന്ന് ചോദിച്ചു. അപ്പോൾ ആ സ്ത്രീയെ അടിച്ചു. അല്ലേ, അങ്ങനെ അടിക്കാൻ പാടുണ്ടോ? ഭാര്യ അല്ലേ, കണ്ട കാര്യമല്ലേ ചോദിച്ചത്. ഫോണിൽ കൂടി കണ്ടു, ഇങ്ങനെ മെസ്സേജുകൾ ഇടുന്നുണ്ട്. ഇവരിപ്പോൾ 5 വർഷം കൊണ്ട് ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ ഇടയിൽ പാടുണ്ടോ? ഇല്ല. പിന്നെ ഇപ്പൊ നിലവിൽ അവളാണല്ലോ ഉള്ളത്. രേണു സുധിയുടെ കൂടെ നിൽക്കുന്ന അതേ പാറ്റേണിലാണ് സുധി എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഈ സംസാരത്തിലാണ് വീണുപോയത്. അങ്ങനെ തന്നെയായിരുന്നു. അല്ലാതെ രേണുവിനെ മാത്രമല്ല പൊന്നെ ചക്കരയെന്ന് വിളിക്കുന്നത്. എനിക്കിങ്ങനെ പാട്ട് പാടിക്കൊണ്ട് നടക്കാൻ ഇഷ്ടമല്ല. എനിക്ക് പുള്ളിയുടെ ഭാര്യ എന്ന ലേവല് മേടിക്കുന്ന ഇഷ്ടമല്ല. പുള്ളിയുടെ ഭാര്യ ആയിരുന്നു എന്ന് പറയാനും ഇഷ്ടമല്ല.
അതായത് ഇവളെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എന്നോട് എന്ത് കണ്ടിട്ടാണ് ഇവളുടെ പുറകെ പോയെന്ന്. പ്രശ്നങ്ങൾ വന്നത് കൊണ്ട് എനിക്കിത് പറഞ്ഞേ പറ്റത്തുള്ളൂ. പറയാൻ പറ്റും. 2013 സുധി എന്നെ ഒഫീഷ്യലി മാരേജ് ചെയ്യുന്നത്. ഇപ്പം നിലവിൽ സുധിയുടെ വൈഫല്ല. ഓക്കെ. ഞങ്ങൾ ഡിവോഴ്സ്ഡ് ആയിട്ട് ഒരു 6-7 വർഷമായി. അവര് ഡിവോഴ്സ് ആയതിനു ശേഷം അവര് വേറെ കല്യാണം കഴിച്ചു. ഡിവോഴ്സ് ആവാനുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട് കേട്ടോ, കേൾക്കാം. കോടതിയിൽ വെച്ചിട്ടായിരുന്നു ഡിവോഴ്സ്ഡ് ആയത്. അതിന് കാരണം ഈ രേണു തന്നെയാണ്. അത് ഞാൻ പറയാം. പിന്നെ എന്നെ അറിയാവുന്ന കുറെ ആൾക്കാരോട് രേണു പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഞങ്ങൾ ലിവിങ് ടുഗദർ സെറ്റപ്പ് ആയിരുന്നു. സുധി എന്നെ 1 വർഷം ഇങ്ങനെ കൊണ്ടു നടന്ന് അത്ര വളരെ മോശമായിട്ടാണ് അവള് പറയുന്നത്. എനിക്കിപ്പോ ഇതിലങ്ങനെ സംസാരിക്കാനായിട്ട് താല്പര്യമില്ല. അങ്ങനത്തെ വേർഡുകൾ സംസാരിക്കാൻ താല്പര്യമില്ല. ഈ അടുത്തിടെ എന്റെ ഒരു ചേച്ചി, ഞങ്ങള് ഓൾമോസ്റ്റ് പരിചയമുള്ള ഫാമിലി ഫ്രണ്ട് ഒരു ചേച്ചി കൊല്ലത്ത് മറ്റേ കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തില് ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ചേച്ചി കാഷ്വലായിട്ട് ചോദിച്ചു എന്നെ അറിയോ എന്നിങ്ങനെ ചോദിച്ചപ്പോ ഇവള് ചേച്ചിയോട് പറഞ്ഞു അറിയാം എന്നിങ്ങനെ പറഞ്ഞപ്പോ ചേച്ചി കാര്യങ്ങൾ സംസാരിച്ചു. അപ്പൊ പുള്ളിക്കാരത്തി എടുത്ത വായിലെ പറഞ്ഞ ഡയലോഗ്, അയ്യോ എന്റെ സുധിച്ചേട്ടന്റെ കൂടെ അവൾ 1 വർഷം താമസിച്ചു എന്നേ ഉള്ളൂ, കല്യാണം ഒന്നും അവള് കഴിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ അമ്പലത്തിൽ വെച്ച് താലി കെട്ടിയതാണ് ഈ സ്ത്രീയാ. പിന്നെ അതിന് അവൾ അവിടെയും കണ്ട വെച്ച് കണ്ടപ്പോൾ വേറെ ആരുടെ ഇങ്ങനെ പറഞ്ഞെന്ന് അത് സുധീരെ ഭാര്യയാണെന്ന് പറഞ്ഞപ്പോൾ പറയണമെന്ന്. അയ്യോ അല്ല, അത് ലിവിങ് ടുഗദർ ആയിട്ട് 1 വർഷം കഴിഞ്ഞെന്നേ ഉള്ളൂ. എന്നാലും രേണു അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? മിമിക്രി ഫീൽഡായിരുന്നു ഞാൻ. മിമിക്രി ഫീൽഡ് എന്ന് പറയുമ്പോൾ തന്നെ എന്റെ കൂടെയുള്ള കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് ആൾക്കാർക്ക് മൊത്തം ഇത് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോഴ് അങ്ങനെയാണ് ഞങ്ങൾ മാരേജ് ചെയ്യുന്നതും. മാരേജ് ചെയ്യുമ്പോൾ ഏഷ്യൻറ്റ് നിൽക്കുമ്പോഴാണ് മാരേജ് ചെയ്യുന്നതും. പിന്നെ കോമഡി ഫെസ്റ്റിവലിലേക്ക് വന്നു. പിന്നെ കോമഡി മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് വന്നു. 2013 2012 ലാസ്റ്റ് ഡിസംബർ 26 തീയതി ആയിരുന്നു. 2012 ലാസ്റ്റ്. ഓക്കെ. അപ്പൊ ഈ കല്യാണം നിങ്ങള് സ്നേഹിച്ച് കല്യാണം നടന്നത് കൊല്ലം മാടനര ക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു കല്യാണം നടന്നത്. സുധിച്ചേട്ടന്റെ അമ്പലത്തിൽ വെച്ചാണ് താലി വരെ കിട്ടിയത്. സുധീര ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം ഇപ്പൊ രേണു പറയണമെന്ന് തോന്നാണ്. അങ്ങനെയല്ല, ലിവിങ് ടുഗദർ ആയിരുന്നു. അവർ ഈ കുട്ടീനെ നോക്കാതിരുന്നിട്ടില്ല. അമ്മ രാത്രിയിലെ 5 മണിയാകുമ്പോ ഉറക്കം എണീക്കും. എനിക്കൊന്നും അടുക്കള കയറാനുള്ള ഒരു കാര്യം അമ്മ ചെയ്യില്ല. അമ്മ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യും. ഫുഡ് ഉണ്ടാക്കും, ചോറ് വയ്ക്കും, പിന്നെ കാപ്പി ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കും. എല്ലാം അമ്മ തന്നെയാണ് ചെയ്യുന്നത്. മോനോടെ ഉണ്ട്. കിച്ചുവിന്റെ ഡ്രസ്സ് പോലും ആക്കിയിരുന്ന അമ്മയാണ്. വിളിച്ചു ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. എന്താണ് അത്രമാത്രം ഹേർട്ട് ചെയ്യുന്ന മെസ്സേജുകൾ? എന്താ? കുറെ മെസ്സേജുകൾ ഉണ്ടായിരുന്നു ചേച്ചി. ഹേർട്ട് ചെയ്യുന്ന മെസ്സേജ് എന്റെ കൂടെ കിടന്നുറങ്ങിയിട്ട് പുള്ളി പറയുന്നത്, പുള്ളി എന്റെ വീട്ടില് എന്റെ ബെഡില് എന്റെ റൂമിൽ കിടന്നുറങ്ങിയിട്ട് ഞാൻ എന്റെ വീട്ടിലും പുള്ളിയുടെ വീട്ടിലുമാണെന്നാണ് പറഞ്ഞത്. പിന്നെ പറഞ്ഞിരുന്ന ഇങ്ങോട്ട് അയച്ചേക്കുന്ന മെസ്സേജ്, ചേട്ടൻ എന്നെ കണ്ടിട്ട് പോകുമ്പോ എനിക്ക് ഭയങ്കര സങ്കടമാണ്, ചേട്ടൻ എന്റെ അടുത്തുള്ളപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമാണെന്നൊക്കെ പറഞ്ഞിട്ടൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. പിന്നെ അപ്പം പുള്ളിക്കാരൻ തിരിച്ചയച്ചിരിക്കുന്നു, എന്നെക്കാളും കൂടുതൽ ഫീൽഡിൽ ആൾക്കാരുമായിട്ട് അവൾക്ക് ബന്ധമുണ്ട്. അപ്പൊ ഞാൻ എവിടെ പോകുന്നു എന്തിനു പോകുന്നു എനിക്ക് കള്ളം പറഞ്ഞിട്ട് വരാൻ പറ്റില്ല. അവള് നീ ഉദ്ദേശിക്കുന്ന ഒരാളല്ല. അവൾക്ക് ചുറ്റിനും ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. കാരണം ഞാനും ഫീൽഡ് തന്നെയാണല്ലോ. കള്ളം പറഞ്ഞ് എനിക്ക് ഇറങ്ങാനൊക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി കുറെ മെസ്സേജുകൾ അയക്കുന്നുണ്ടായിരുന്നു. അവളെങ്ങാനും ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രോബ്ലം ആവും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇവര് ആക്ച്വലി വേറെ ബന്ധങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയൊക്കെ അയക്കുമ്പോഴത്തേന്. അങ്ങനെയാണ് എനിക്ക് ഭയങ്കര ഹേർട്ടായിട്ട് കുറെ മെസ്സേജ് അയച്ചു. കാരണം രാവിലെ കൂടി പുള്ളിക്ക് ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. രാവിലെ പുള്ളി പറയുന്ന വ്യക്തി ജീവിച്ചിരിപ്പില്ല. അല്ല, പുള്ളിക്ക് അറിയാം. അതുമല്ല, പുള്ളി ജൂൺ 4 തീയതിയാണ് മരണപ്പെടുന്നത്. പുള്ളി മെയ് 20 എന്നെ വിളിച്ചിരുന്നു. ഞാനിപ്പോ പ്രോഗ്രാം സംബന്ധമായിട്ട് ഞാൻ എറണാകുളത്തു നിന്ന് ട്രെയിനിലേക്ക് പാലക്കാട് പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോഴെന്നെ വിളിച്ചിരുന്നു. എന്നെ ഇത്ര വർഷത്തിനിടയ്ക്ക് വെച്ച് അപ്പോഴാണ് വിളിക്കുന്നത്. പിന്നെ എന്റെ ഹസ്ബൻഡിനോട് പുള്ളി പറഞ്ഞു എന്നെ അറിയാവൂന്ന്. ഹസ്ബൻഡ് പുള്ളി പറഞ്ഞു എനിക്കറിയാം, എന്റെ വൈഫായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ആൾക്കാർ ചോദിക്കും നിങ്ങളുടെ പേര് ഇതിലൊന്നും വന്നിട്ടില്ലല്ലോ എന്ന് ചോദിക്കും.
ഇവര് ഇപ്പൊ രംഗത്ത് ഇറങ്ങിയിരിക്കണേന്ന് പറഞ്ഞാൽ അന്ന് എന്ന് പറഞ്ഞാൽ സുധീര ഭാര്യ രേണു ഇവരെ കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേ തൊട്ടേ ഈ സുധിയും രേണുവും തമ്മിൽ അടുപ്പത്തിലായി. അപ്പം സുധി രേണുവിൻ്റെ അടുത്ത് പോകും, രേണു ഒരേ സ്ഥലത്ത് വിളിക്കുന്നിടത്തൊക്കെ പോകുമായിരുന്നു. അവിടെ അങ്ങനെയൊക്കെ പോയി 2 ദിവസം കുറേ ദിവസമൊക്കെ നിൽക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോഴീ ഈ ഫോണിൽ ഈ ഭാര്യ, ആ ഭാര്യയാണ്, ആ രണ്ടാമത്തെ ഭാര്യയാണ് സംസാരിച്ചത്. അപ്പം അവരെന്തോന്നി ഇത് വൃത്തികെട്ട മെസ്സേജുകൾ വാട്സപ്പിൽ കാണാനിടയായി. ആയപ്പോൾ ഈ ഭാര്യ എന്തോന്നിയത് ചോദിച്ച് ഭയങ്കര പ്രശ്നങ്ങളായി. ഇവളെ അടിച്ച്, ഈ ഭാര്യയെ സുധി അടിച്ച്. അങ്ങനെ പിന്നെ അതിനെക്കുറിച്ച് പിന്നെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് എന്തോന്ന് ചെയ്ത് ഈ ഭാര്യയ്ക്ക് വേണ്ട എന്നുള്ള ഒരിതായി. ഇനി അങ്ങനെ പോയ ഒരുത്തനെ വേണ്ട എന്ന് ഈ ഭാര്യ തീരുമാനിച്ചു, രണ്ടാമത്തെ ഭാര്യ. അങ്ങനെയാണ് ഇവർ ഇറങ്ങി പോകുന്നത്. ഇവർ പോയതിന് ശേഷം പിന്നെ തീർത്തും പറഞ്ഞ് എനിക്കിനി അയാളെ വേണ്ട, സുധിയെ വേണ്ട എന്നുള്ളൊരു തീരുമാനം. നല്ല തീരുമാനം കേട്ടോ. ഇതാദ്യമേ അറിഞ്ഞെങ്കിൽ അവർ അതിന് മുമ്പേ പോയനായിരുന്നു. സുധി ഇല്ല, സുധി മരിച്ചുപോയി. ഈ രേണു ഈ സ്ത്രീയെക്കുറിച്ച് ഓരോന്ന് പറയും, ആ ഫീൽഡിലൊക്കെ പറയുമെന്നാണ് പറയണത്. അതുകൊണ്ടാണ് ഇവരിപ്പോൾ രംഗത്ത് വന്നത്. രേണു വന്നിട്ട് ഇൻ്റർവ്യൂവിലൊക്കെ വന്ന് പിന്നെ മാരേജ് സർട്ടിഫിക്കറ്റൊക്കെ പൊക്കി കാണിക്കുന്നുണ്ട്. എൻ്റെ സുധിച്ചേട്ടനാണ്, എൻ്റെ സുധിച്ചേട്ടനാണ്, എനിക്ക് മാത്രമേ ഉള്ളൂ സുധിച്ചേട്ടൻ, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇവർ 5 വർഷം സഹിച്ചില്ലേ. അതിൻ്റെ ഇടയിൽ വെച്ച് ഈ രേണു അതിൻ്റെ ഇടയിൽ ചെന്ന് കയറിയപ്പോഴാണ് ഇത് എത്രയും സംഭവിച്ചത്, ഇവരെ ജീവിതം തകർന്നത്. ഇവർ പറയുന്നുണ്ട് ഭയങ്കര മദ്യപാനിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. മദ്യപാനി അന്തരം ആവട്ടെ, എന്തായാലും അവർ പോയത് നല്ലതായി. പിന്നെ പല ചട്ടിയിലും തരുന്ന അവർ ഇത് പറയില്ല, പല ചട്ടിയിൽ രുചി അറിഞ്ഞ് കിടക്കുന്നത് ഒരു ചട്ടിയിൽ അടങ്ങി കിടക്കാത്തവരെ എന്തിനാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ ആവശ്യമില്ല, പല ചട്ടിയിൽ അങ്ങ് പോട്ടെ എന്ന് തന്നെ വിചാരിക്കണം. അങ്ങനെ ഈ സ്ത്രീ അങ്ങ് വിട്ടുകൊടുത്തു. അതിനുശേഷം അവരവരെ പാട് നോക്കിപ്പോയി, അവർ വേറെ കല്യാണം കഴിച്ച്. ഇപ്പം ഈ പറയണ സുധി ഇല്ല, സുധി മരിച്ചുപോയി. ഇപ്പം രേണു അങ്ങനെയൊക്കെ രംഗത്തിറങ്ങിയിട്ടുണ്ട്. അവർ നല്ലതുപോലെ ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ രേണു കയറി അതിൻ്റെ ഇടയിൽ തലയിട്ടത് കൊണ്ടാണ് ആ ജീവിതം തകർന്നത്. ഇല്ലെങ്കിൽ തകരൂലായിരുന്നു. ഇത് വെറും മോശമായ കാര്യമാണ്. എന്തായാലും ഇപ്പം രേണു കല്യാണം കഴിച്ച് അതിൽ കുട്ടിയായി, ഇപ്പം കുഴപ്പമില്ല. ഭർത്താവ് മരിച്ചുപോയി. അതിൻ്റെ ഇടയിൽ അക്കൗണ്ടൊക്കെ പൊക്കി കാണിക്കുന്നുണ്ട്. വേറെ അക്കൗണ്ട് ഇല്ലെന്ന് എന്താണ് ഉറപ്പ്? എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോയി, നമുക്കതേ പറയാനുള്ളൂ കേട്ടാ.